വി.ഡി. സതീശൻ സർക്കാരിനെതിരെ സമരമുഖം തുറക്കാനാണ് CPIM-ന്റെ തീരുമാനം. ഇന്ധനവില വർധനയിലൂടെ കിട്ടുന്ന അധിക വരുമാനം വേണ്ടെന്നു വയ്ക്കണമെന്ന ആവശ്യം തള്ളിയതിനെതിരെയാണ് UDF സർക്കാരിനെതിരായ ആദ്യ സമരം. ജൂൺ 4-ന് ജില്ലാ ഏരിയ തലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി. ജനവിരുദ്ധ നിലപാടുകൾ, ഇന്ധന വില വർധന ഉൾപ്പെടെയുള്ള ജനജീവിതം ദുസ്സഹമാക്കുന്ന നയങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം, അവയോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതിശക്തിയായ രീതിയിലുള്ള ഒരു സമര പരിപാടി വരുന്ന 4-ാം തീയതി വ്യാഴാഴ്ച കേരളത്തിലുടനീളം എല്ലാ ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലോ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക കേന്ദ്രത്തിലോ ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഇപ്പോഴും CPIM തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അർജുൻ്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഇന്ധന വില വർധനയിലൂടെ കിട്ടുന്ന അധിക വരുമാനം വേണ്ടെന്ന് വയ്ക്കുന്ന കാര്യത്തിൽ ഇന്ന് സഭയിൽ വളരെ വിശദമായ സംസാരമൊക്കെ നടന്നിരുന്നു. മുൻ ധനമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ. അതിനൊക്കെയും ഒടുവിൽ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് CPIM-ന്റെ തീരുമാനം, അല്ലേ? സേതു, ഇന്ധന വില വർധനവും വിലക്കയറ്റവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് നിയമസഭയ്ക്കകത്ത് നടന്നിട്ടുള്ള പ്രതിപക്ഷ സ്വരത്തിൻ്റെ തുടർച്ചയാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് UDF സർക്കാരിനെതിരെ CPIM ആദ്യമായി പോർമുഖം തുറക്കുകയാണ്. വിലക്കയറ്റവും ഇന്ധന വില വർധനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജൂൺ 4-ന് സമരം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ തലത്തിലുമായിട്ടാണ് സമരം നടക്കുക. അത് കേന്ദ്ര സർക്കാരിനെതിരെ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനജീവിതത്തെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരം. എന്ന് മാത്രമല്ല, ഇന്ധന വില വർധനവ് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ കൂടി സമരം ചെയ്യുകയാണ്. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആദ്യ സമരം എന്ന നിലയ്ക്കും ശ്രദ്ധേയമാകും ജൂൺ 4-ലെ സമരം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധന സെസ് കുറയ്ക്കും, അല്ലെങ്കിൽ അത് ഒഴിവാക്കും, നികുതി ഒഴിവാക്കും എന്നതുൾപ്പെടെയുള്ള നിലപാട് അവർ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ആയി മാറി ഘട്ടത്തിൽ അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ വിമർശനം. അന്ന് എന്ത് നിലപാടെടുത്തോ അത് ഇന്ന് നടപ്പാക്കണം എന്നുള്ള കാര്യമാണ് CPIM ആവർത്തിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സെസ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് സൈക്കിൾ ചവിട്ടി പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ അന്ന് സമരം നടത്തിയതാണ്. അതൊക്കെ മറന്നുപോയോ എന്ന് CPIM ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് LDF സർക്കാരിനെതിരായി ആവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട വിമർശനമായി ഉയർത്തിയിരുന്ന സെസ് പിൻവലിക്കുക എന്നുള്ള കാര്യം പ്രധാനമായും ഇന്ന് CPIM ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നികുതി കുറയ്ക്കുക എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയത്ത് UDF ഇതിന് പ്രതിരോധം തീർക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോമസ് ഐസക് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഇത് മണ്ടത്തരമാണ്, അത്തരത്തിൽ നികുതി കുറയ്ക്കുന്നത്, അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യമാണ് അന്ന് ധനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തോമസ് ഐസക് അന്ന് പറഞ്ഞ മണ്ടത്തരം ഞങ്ങൾ ഇന്ന് ചെയ്യണോ എന്നാണ് UDF ഇന്ന് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന നികുതി സെസ് അത് പിൻവലിക്കുന്ന ഒരു തീരുമാനം ഉടനെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ UDF-നെതിരെ കൂടി സമരം ചെയ്യാൻ ഇടതുപക്ഷം ഒരുങ്ങുന്നത്.